ഈ കാലത്തും എന്താണ് ഈ ആത്മീക പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രസക്തി? ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്തുണ്ട്. ആ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് ഇസ്ലാം വ്യത്യസ്തമാകുന്നത് അത് മുൻനിർത്തുന്ന അതിൻ്റെ ഒരു അടിസ്ഥാന തത്വത്തിന്റെ പുറത്തായിരിക്കും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദര പ്രസ്ഥാനമാണ്, ബഹുമാനപ്പെട്ട പ്രസ്ഥാനമാണ്. ഒരുപാട് നല്ല ആശയങ്ങൾ ഉൾവഹിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം. പക്ഷെ എന്തുകൊണ്ടാണ് ഭൂമി മുഴുവനും ഒരു കമ്മ്യൂണിസ്റ്റ് ദാർശനികത പെട്ടുകൊണ്ടിരിക്കുന്നത്, വിജയിക്കാത്തത്? കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യനിൽ കാണുന്നത് മനുഷ്യനിലുള്ള ഒരു ചെറിയ ഭാഗത്തെ മനുഷ്യനിലുള്ള തൊഴിലാളി സ്വത്വത്തെ എന്ന് പറയും. ഉൽപ്പാദിപ്പിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന തൊഴിലാളിയെയാണ് കമ്മ്യൂണിസ്റ്റുകാർ അഡ്രസ് ചെയ്യുന്നത്. ആരെയല്ല? ഒരു പൗരനെയല്ല, ദേശീയവാദിയെയല്ല, ആത്മീകവാദിയെയല്ല, ഒരു പരമ്പരകൾ അന്വേഷിക്കുന്ന ഒരു സാധകനെയല്ല, ഒരു സാത്വികനെയല്ല കമ്മ്യൂണിസ്റ്റുകാർ അന്വേഷിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളിയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനുഷ്യൻ. പക്ഷേ ആ ദർശനം മുഖേന ഭൂമിയിലെ തൊഴിലാളികളെ മാത്രമേ സംഘടിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കാൾ മാർക്സ് അഖില ലോക തൊഴിലാളികളെ സംഘടിക്കുവെന്ന് പറഞ്ഞത്. അത് ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും അഡ്രസ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് ആയിരുന്നില്ല. ഞാൻ മനസ്സിലാവാൻ ഒരു കമ്മ്യൂണിസം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി വേണ്ട ഒരു ബാലൻസിന് ഇപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തു. ഇന്ത്യയിൽ കോൺഗ്രസ് ആണ്. ലോകത്തെ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒറ്റവാക്കിന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് റിപ്പബ്ലിക്കൻ പൊളിറ്റിക്സിന് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെ ഏകോപിപ്പിക്കാൻ പറ്റാത്തത്? അവര് മനുഷ്യരെ കാണുന്നത് ലെഫ്റ്റ്, ഇടതുപക്ഷം കണ്ടത് തൊഴിലാളി സ്വത്വത്തെയാണെന്ന് പറഞ്ഞതുപോലെ വലതുപക്ഷം കാണുന്നത് മനുഷ്യനിലുള്ള ദേശീയവാദിയാണ്. മലയാളത്തിലേക്ക് മാറ്റിയാൽ ഒരു അതിരുകെട്ടി രാഷ്ട്രമുണ്ടാക്കി ഭരണഘടനയുണ്ടാക്കി അതിൻ്റെ അകത്ത് ആ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സംസ്കാരമുള്ള മൃഗങ്ങളായിട്ടാണ് വലതുപക്ഷ രാഷ്ട്രീയ ലോകവീക്ഷണങ്ങൾ മനുഷ്യരെ കാണുന്നത്. ഡെമോക്രാറ്റിക് ഫ്രെയിം ഉണ്ടാകണം, ഒരു അതിരുണ്ടാകണം. ഭൂമി മുഴുവൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല വലതുപക്ഷത്തിന്. ഇന്നേടം മുതൽ ഇന്നേടം വരെ, പുഴ മുതൽ കടൽ വരെ, കാട് മുതൽ കാട് വരെ, ചുരം മുതൽ ചുരം വരെ, മരുഭൂമി മുതൽ കടൽ വരെ അതിരുണ്ടാകും. ആ അതിർത്തിക്കകത്തൊരു ഭരണഘടന, ആ ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന സംസ്കാരമുള്ള ജന്തുക്കൾ, മനുഷ്യർ എന്നൊക്കെ നാം സൗന്ദര്യത്തിന് പറഞ്ഞാൽ. പക്ഷെ അത് ഭൂമിയെ മുഴുവനും അഡ്രസ് ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് ചില ദേശീയത വലുതും ചില ദേശീയത ചെറുതുമായിരിക്കും. അതുകൊണ്ടാണ് നാസികൾ മാത്രം ഹിറ്റ്ലർക്ക് മനുഷ്യരായത്, ഫാസികൾ മാത്രം മുസോളിനിക്ക് മനുഷ്യരായത്. പേര് പറയാൻ പരിമിതിയുണ്ടല്ലോ, ചിലർ മാത്രം നമ്മുടെ ഭരണകർത്താക്കൾക്ക് പോലും സുപ്രീം മനുഷ്യരാകുന്നത്. എല്ലാവരെയും അവർ ഉൾക്കൊള്ളുന്നില്ല. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് എന്ന ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഫാസിസ്റ്റ്, നാസിസ്റ്റ്, അദ്ദേഹം വലതുപക്ഷ രാഷ്ട്രീയക്കാരനാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആഗോള പരിച്ഛേദമാണ് ഇന്നത്തെ ഡൊണാൾഡ് ട്രംപ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ചിലർ കൊല്ലപ്പെടേണ്ടവരാകുന്നത്? അദ്ദേഹം ഇന്നോ നാളെയോ ഒരുപക്ഷെ ഇറാനിൽ കയറി മേയും. അദ്ദേഹം എന്താ ന്യായം പറഞ്ഞു വെച്ചിരിക്കുന്നത്? കൊല്ലപ്പെടാൻ പാടില്ലാത്ത ചിലർ ഇറാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഇടപെട്ടേ പറ്റൂ. റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്നുള്ളതാണ് നമ്മുടെ ആദർശം. അത് പറയാനും പ്രചരിപ്പിക്കുവാനും അതിനെതിരായ പ്രവണതകളെ പ്രതിരോധിക്കുവാനും ഒക്കെയുമാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി പ്രവർത്തിക്കുന്നത്. ആ കാര്യത്തിൽ മുസ്ലിം സമൂഹത്തിന് ഒറ്റവാക്കാണ്. അല്ലാഹുവാണ് റബ്ബ് എന്നുള്ളതിന് ഈ കാലത്ത് പ്രത്യേകിച്ച് കുറെ കാര്യങ്ങളൊന്നും നിരത്തേണ്ട ആവശ്യമില്ല. കാലം എത്ര മുന്നോട്ട് പോയാലും സാങ്കേതിക പരിജ്ഞാനങ്ങൾ അതിശയകരമായ വികാസങ്ങളെ പ്രാപിച്ചാലും അള്ളാഹുവിൻ്റെ ആസ്തിക്യവും അവൻ്റെ അപരിമേതയും അവൻ്റെ അപ്രതിരോധിതയും ഒക്കെ അങ്ങനെ തന്നെ ബാക്കിയായിരിക്കും.
സൂറത്ത് മറിയമിന്റെ 65-ാമത്തെ ഒരു വചനം, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ എന്നാണ്. അല്ലാഹു എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ രക്ഷിതാവാണ്, വാനഭുവനങ്ങളുടെ രക്ഷിതാവാണ്. അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ സഹനം കൈക്കൊള്ളണം. അതിനുശേഷം വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗം, ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിനൊരു സമീയനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സമീയ് എന്ന് പറഞ്ഞാൽ സമനാമക്കാരനാണ്. എൻ്റെ പേര് അബ്ദുള്ള എന്നാണെങ്കിൽ ഈ സദസ്സിൽ ഒരു അബ്ദുള്ള ഉണ്ടെങ്കിൽ ഞാനും അയാളും സമീയാണ്. ഇമാം ഖുർത്തുബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ അടക്കമുള്ള വളരെ ആധികാരികമായ തഫ്സീറുകളിൽ ഈ ആയത്തിനെ വിശദീകരിച്ചിരിക്കുന്നത് ഐ വലം യൂജദ് അഹദുൻ സുമ്മിയ ബിസ്മില്ലാഹി എന്നാണ്. അള്ളാഹു എന്ന പേരുള്ള ഒരു വ്യക്തിയോ ശക്തിയോ മനുഷ്യനോ ജീവിയോ വസ്തുവോ യാതൊന്നുമോ ആകാശത്തിന്റെ ചുവട്ടിലും ഭൂമിക്ക് മുകളിലുമായി ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്ന്. നമ്മൾ ഈ സംസാരിക്കുന്ന 2025-ലും ഇന്നും എലൈവായി നിൽക്കുന്ന ഒരു വചനമാണ്. അള്ളാഹു എന്ന പേരുള്ള ഒരു കക്ഷി ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് മറിയമിന്റെ 65-ാമത്തെ വചനത്തെ സംബന്ധിച്ച് ചുരുങ്ങിയത് തഫ്സീർ ഖുർത്തുബിയുടെ വെളിച്ചത്തിലെങ്കിലും വലിയ വിഷയങ്ങളുണ്ടാകും. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഈ ഭൂമിയിൽ ഒരു സ്പാൻ ഓഫ് ടൈം 24 മണിക്കൂറിന്റെ ഖണ്ഡം നാം മുറിച്ചു വച്ചാൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന പേര് അല്ലാഹു 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 എന്നുള്ളതാണ്. ഇപ്പൊ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഭൂമിയിൽ നിന്ന് മൊഴിയപ്പെടുന്ന പദങ്ങൾ എണ്ണിയിട്ട് അതിൻ്റെ അളവെടുക്കുന്ന, ആവൃത്തിയെടുക്കുന്ന ഒരു ടെക്നോളജി ഇലോൺ മസ്കോ മറ്റോ ഒക്കെ വികസിപ്പിച്ചിട്ട് അവിടെ വെച്ച് ഇവിടെ നിന്ന് മുകളിലേക്ക് പൊങ്ങുന്ന വായുവിൽ തങ്ങിക്കിടക്കുന്ന വോയിസുകൾ മുഴുവനും പരിശോധിച്ചിട്ട് ദ മോസ്റ്റ് റിപ്പീറ്റഡ് വേർഡ് ഇറ്റ് ഷുഡ് ബി ദ വേർഡ് അല്ലാഹ്. യാതൊരു സംശയവുമില്ല. എല്ലാ ദിവസവും അല്ലാഹ് എന്നുള്ള പദമാകുന്ന മാത്രമല്ല, അതിനെ പറ്റുന്ന തരത്തിലാണ് ഈ ഭൂമിയുടെയും ഈ സംവിധാനത്തിന്റെയും ഒക്കെ ഒരു ഘടന തന്നെ അള്ളാഹു വെച്ചിരിക്കുന്നത് എന്നാണ്. പടിഞ്ഞാറിൽ നിന്ന് കിഴക്കേക്കാണ് ഭൂമി കറങ്ങുന്നത്. ഏറ്റവും ആദ്യം ഭൂമിയിൽ സുബഹി ഉണ്ടാകുക ഭൂമിയുടെ കിഴക്കേ എൻഡായ സൈബീരിയയിലെ കിരീബാത്തിയാണ്. ഏറ്റവും ഒടുവിൽ ഭൂമിയിൽ സുബഹി ഉണ്ടാവുക അമേരിക്കയിലെ അലസ്കയിലുമാണ്. ഈ 24 മണിക്കൂറിന്റെ സഞ്ചാരത്തിനിടയിൽ സുബഹി ബാങ്ക്, ളുഹർ ബാങ്ക്, അസർ ബാങ്ക്, മഗ്രിബ് ബാങ്ക്, ഇശാ ബാങ്ക്, പിന്നെയും അപ്പോഴേക്ക് സുബഹി ബാങ്ക്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വായുവില്ലാത്തിടത്ത് ശബ്ദം ഉണ്ടാവില്ല, കേൾക്കില്ല. അതേസമയം അങ്ങനെ ഒരു സംവിധാനമുണ്ടായാൽ അതാണ് മനുഷ്യന്റെ ആരാധനാ സംസ്കാരങ്ങളെ ക്രോഡീകരിച്ച ചരിത്രങ്ങൾ. ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററി പരിശോധിച്ചാൽ 48,000 കൊല്ലം മുമ്പുള്ള മനുഷ്യരുടെ ദൈവവിശ്വാസത്തെ സംബന്ധിച്ചുള്ള ഹിസ്റ്ററികൾ ലഭ്യമാണ്. ആഫ്രിക്കയിലെ പെറുവിലും മറ്റുമൊക്കെയുള്ള വിശ്വാസങ്ങൾ, ഔസാത്തൽ അർള്, ഭൂമധ്യരേഖ പ്രദേശങ്ങളിലെ വിശ്വാസങ്ങൾ. ഇന്നേ വരെയുള്ള ലോകത്തെ എല്ലാ വിശ്വാസ സമൂഹങ്ങളിലും ഏകദൈവ വിശ്വാസം അവരിലുണ്ടായിരുന്നു, മോണോത്തിസം. അവരുടെ ദൈവത്തിന്റെ പേരിൽ ഇലു, ഇൽ, ഇലോഹിം, ഇലാഹി, അലാഹ, ഇലോയി, എല്ലാത്തിലും അള്ളാഹു എന്നുള്ളതിന്റെ വ്യത്യസ്തമായ മൊഴിഭേദങ്ങളാണ് എഴുതപ്പെട്ട ചരിത്രത്തിൽ മുഴുവനും. മനുഷ്യനാദ്യമായി കേൾക്കുകയും അവസാനമായി പറയുകയും ചെയ്യേണ്ട പദം ഇതാണ്. ഈ സമൂഹത്തോട് സമസ്ത പറയുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങണം എന്ന്. അള്ളാഹുവാണ് ആരാധ്യനെന്ന്, അള്ളാഹുവാണ് അഖിലമെന്ന്. അള്ളാഹുവിൽ നിന്ന് ആരംഭിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളതാണ്. ഇത് ഹദ്ദാദിലൂടെ നിരന്തരം നാം ഓതുന്നു, റാത്തീബിലൂടെ പറയുന്നു, ഹൽക്കകളിലൂടെ ആവർത്തിക്കുന്നു, ഇജാസകളിലൂടെ കൊണ്ടു നടക്കുന്നു.
താത്വികമായിട്ട് സംവാദാത്മകമായിട്ട് അള്ളാഹുവിനെ സ്ഥാപിക്കൽ മാത്രമല്ല, മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ അകത്ത് പോലും ഈ അള്ളാഹുവിനെ കൊണ്ടുപോയി സന്നിവേശിപ്പിക്കാൻ. ഇപ്പൊ ത്വരീഖത്തിന്റെ വലിയ വലിയ മശായിഖന്മാർ മുരീദുമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കലാത്മകമായ അള്ളാഹു മൊഴിവിന്യാസങ്ങളുണ്ട്. തനഫുസിന്റെ ദിക്ർ എന്നൊക്കെ പറയും. ഞാൻ ഈ വൈകിയ വേളയിൽ കാട് കയറുകയല്ല, അതിന്റെ ആവശ്യവുമില്ല. മനുഷ്യൻ പുറത്തേക്ക് നിശ്വസിക്കുമ്പോ ലാ ഇലാഹ എന്നും അകത്തേക്ക് വലിക്കുമ്പോ ഇല്ലല്ലാ എന്നും പറയുന്ന തനഫുസിന്റെ ദിക്റുകൾ, ശ്വാസത്തിലാണത് അലിയുന്നത്. ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞ് നിശ്വസിക്കുകയാണ്, അള്ളാഹുവേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുകയാണ്. അവിടെ പോലും നോക്കൂ, അള്ളാഹു എന്ന് പറയുന്ന ഒരു പദം തീരുന്നത് ഹായിലായത് കൊണ്ടാണത് സാധിക്കുന്നത്. അള്ളാഹുവിന്റെ പേരിന്റെ ഒരു മഹത്വമാണ്. കാരണം മനുഷ്യർക്ക് ശ്വസിക്കണമെങ്കിലും എല്ലാ ശ്വാസോച്ഛ്വാസങ്ങളും നെടുവീർപ്പുകളും ചെന്ന് തീരുക ഹായിലാണ്. ഹായ് കൊണ്ട് ശ്വസിക്കാൻ പറ്റൂ, നിശ്വസിക്കാൻ പറ്റൂ, നെടുവേർപ്പെടാൻ പറ്റൂ. അല്ലാഹ് ആ മഹത്തായ ആശയത്തെ പ്രയോഗവൽക്കരിക്കുന്നു. സൈദ്ധാന്തികമായിട്ട് അവിടെ അലമാറയിൽ ഏടിൽ കടന്നത് കൊണ്ടെന്താ? സംവാദാത്മകമായ അക്കാദമിക്കൽ തീസിസായി വെച്ചത് കൊണ്ടെന്താ? ജനിക്കാനും ജീവിക്കാനും മരിക്കാനും പറ്റിയ ഒരു വാക്ക്, ജലാലത്തിന്റെ ഇസ്മ അല്ലാഹ്. അത് സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതാരാ? ചിലർ പറയും അള്ളാഹുവിനെ കുറിച്ച്, അതേപോലെ ഇസ്ലാമിന്റെ അടിസ്ഥാന സൗന്ദര്യങ്ങളെ കുറിച്ച് സുന്നി പണ്ഡിതന്മാർ സമസ്ത പറയാറില്ല. സൈദ്ധാന്തികമായി പറയുന്നു എന്ന് മാത്രമല്ല, പ്രയോഗവൽക്കരിക്കുന്നു. ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദാണ് കേരളത്തിന്റെ എല്ലാ ഊടുവഴികളിലും ഏറെക്കുറെ ഹദ്ദാദ് റാത്തീബിന്റെ ഇജാസത്ത് കൊടുത്തിരിക്കുന്നത്. ഇന്ന് ത്വരീഖത്തൊക്കെ കച്ചവടമായി കസ്റ്റമൈസ് ചെയ്യപ്പെട്ട ഈ കാലത്ത് അതൊക്കെ അഭംഗിയായി കുറെ സംവിധാനങ്ങളൊക്കെയും, എങ്കിലും ആന്തരിക ബലമുള്ള ആരിഫീങ്ങളായ മശായിഖന്മാർ, അൽ-ആരിഫ് ബില്ലാ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകളാണ് കേരളത്തിന്റെ മഹല്ലുകളിലൂടെ ഖാദിരിയ ത്വരീഖത്തിന്റെ ഔറാദുകളും റാത്തീബുകളും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ മുഴുവനും അല്ലാ 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 അല്ലാഹു 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 ഹൂ ഹൂ ഹൂ. ഇതൊക്കെ എന്താണ്? ഇതൊരു സംസ്കാരത്തിന്റെ ഫോക്ലോറിക് ചിത്രങ്ങൾ മാത്രമല്ല, ഇത് ഈ പ്രപഞ്ചത്തിന്റെ താളമാണ് ആ പറയുന്നത്. ചിലത് കളിയാക്കും, ഹാ ഹൂ ഹീ ഹയ്യുൻ. ഖാദിരിയ ത്വരീഖത്തിന്റെ റാത്തീബിൽപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ ഉച്ചരിക്കപ്പെടുന്ന സ്ട്രെസ് ചെയ്യുന്ന അക്ഷരങ്ങളെ മാത്രം കോർത്തതാണ് ഹാ ഹൂ ഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഹൂ മുഹമ്മദുർ റസൂലുള്ളാഹി. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി. ഹാ ഹൂ ഹീ മുദ്രാവാക്യമാണ്. ഫ്രം ദ ഫസ്റ്റ് ഹോമോസാപ്പിയൻ ആദം അലൈഹിസ്സലാം മുതൽ അവസാന മുസൽമാൻ വരെയുള്ളവരുടെ മുദ്രാവാക്യമാണ് ഹാ ഹൂ ഹീ. ഇതാരാണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്? വാസ്തവത്തിൽ ഞാൻ വിശദീകരിച്ച് പറയുകയല്ല, ഇതിന്റെ മർമ്മങ്ങളിലൂടെ ഒരു സമൂഹത്തെ സഞ്ചരിപ്പിക്കാൻ, ഒരു സമുദായത്തിന്റെ സ്വത്വങ്ങൾ ബാക്കിയാക്കാൻ, വേരുകൾ അവശേഷിപ്പിക്കാൻ, ചരിത്രബോധമുണർത്താൻ, അതൊക്കെയാണ് പൈതൃകം എന്ന് പറയുന്നത്, പാരമ്പര്യം എന്ന് പറയുന്നത്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമാണ് മതം. അവിടെയാണ് പിന്നെ കുറെ കൺഫ്യൂഷൻസ് ഒക്കെയുള്ള. ആത്മീക ഇസ്ലാമാണ് വാസ്തവത്തിൽ. ഒറ്റ കാര്യം കൂടി, ഈ കാലത്തും എന്താണ് ഈ ആത്മീക പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രസക്തി? ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്തുണ്ട്.
ആ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് ഇസ്ലാം വ്യത്യസ്തമാകുന്നത് അത് മുൻനിർത്തുന്ന അതിന്റെ ഒരു അടിസ്ഥാന തത്വത്തിന്റെ പുറത്തായിരിക്കും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദര പ്രസ്ഥാനമാണ്, ബഹുമാനപ്പെട്ട പ്രസ്ഥാനമാണ്, ഒരുപാട് നല്ല ആശയങ്ങൾ ഉൾവഹിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം. പക്ഷെ എന്തുകൊണ്ടാണ് ഭൂമി മുഴുവനും ഒരു കമ്മ്യൂണിസ്റ്റ് ദാർശനികത പെട്ടുകൊണ്ടിരിക്കുന്നത്, വിജയിക്കാത്തത്? കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യനിൽ കാണുന്നത് മനുഷ്യനിലുള്ള ഒരു ചെറിയ ഭാഗത്തെയാണ്, ഒരു ചെറിയ ഭാഗത്തെ, മനുഷ്യനിലുള്ള തൊഴിലാളി സ്വത്വത്തെ എന്ന് പറയും. ഉൽപ്പാദിപ്പിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന തൊഴിലാളിയെയാണ് കമ്മ്യൂണിസ്റ്റുകാർ അഡ്രസ് ചെയ്യുന്നത്. ആരെയല്ല? ഒരു പൗരനെയല്ല, ദേശീയവാദിയെയല്ല, ആത്മീകവാദിയെയല്ല, ഒരു പരമ്പരകൾ അന്വേഷിക്കുന്ന ഒരു സാധകനെയല്ല, ഒരു സാത്വികനെയല്ല കമ്മ്യൂണിസ്റ്റുകാർ അന്വേഷിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളിയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനുഷ്യൻ. പക്ഷേ ആ ദർശനം മുഖേന ഭൂമിയിലെ തൊഴിലാളികളെ മാത്രമേ സംഘടിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കാൾ മാർക്സ് അഖില ലോക തൊഴിലാളികളെ സംഘടിക്കുവെന്ന് പറഞ്ഞത്. അത് ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും അഡ്രസ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് ആയിരുന്നില്ല. ഞാൻ മനസ്സിലാവാനൊരു കമ്മ്യൂണിസം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി വേണ്ട ഒരു ബാലൻസിന് ഇപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തു. ഇന്ത്യയിൽ കോൺഗ്രസ് ആണ്. ലോകത്തെ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒറ്റവാക്കിന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് റിപ്പബ്ലിക്കൻ പൊളിറ്റിക്സിന് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും ഏകോപിപ്പിക്കാൻ പറ്റാത്തത്? അവര് മനുഷ്യരെ കാണുന്നത് ലെഫ്റ്റ്, ഇടതുപക്ഷം കണ്ടത് തൊഴിലാളി സ്വത്വത്തെയാണെന്ന് പറഞ്ഞതുപോലെ വലതുപക്ഷം കാണുന്നത് മനുഷ്യനിലുള്ള ദേശീയവാദിയാണ്. മലയാളത്തിലേക്ക് മാറ്റിയാൽ ഒരു അതിരുകെട്ടി രാഷ്ട്രമുണ്ടാക്കി ഭരണഘടനയുണ്ടാക്കി അതിൻ്റെ അകത്ത് ആ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സംസ്കാരമുള്ള മൃഗങ്ങളായിട്ടാണ് വലതുപക്ഷ രാഷ്ട്രീയ ലോകവീക്ഷണങ്ങൾ മനുഷ്യരെ കാണുന്നത്. ഡെമോക്രാറ്റിക് ഫ്രെയിം ഉണ്ടാകണം, ഒരു അതിരുണ്ടാകണം. ഭൂമി മുഴുവൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല വലതുപക്ഷത്തിന്. ഇന്നേടം മുതൽ ഇന്നേടം വരെ, പുഴ മുതൽ കടൽ വരെ, കാട് മുതൽ കാട് വരെ, ചുരം മുതൽ ചുരം വരെ, മരുഭൂമി മുതൽ കടൽ വരെ അതിരുണ്ടാകും. ആ അതിർത്തിക്കകത്തൊരു ഭരണഘടന, ആ ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന സംസ്കാരമുള്ള ജന്തുക്കൾ, മനുഷ്യർ എന്നൊക്കെ നാം സൗന്ദര്യത്തിന് പറഞ്ഞാൽ. പക്ഷെ അത് ഭൂമിയെ മുഴുവനും അഡ്രസ് ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് ചില ദേശീയത വലുതും ചില ദേശീയത ചെറുതുമായിരിക്കും. അതുകൊണ്ടാണ് നാസികൾ മാത്രം ഹിറ്റ്ലർക്ക് മനുഷ്യരായത്, ഫാസികൾ മാത്രം മുസോളിനിക്ക് മനുഷ്യരായത്. പേര് പറയാൻ പരിമിതിയുണ്ടല്ലോ, ചിലർ മാത്രം നമ്മുടെ ഭരണകർത്താക്കൾക്ക് പോലും സുപ്രീം മനുഷ്യരാകുന്നത്. എല്ലാവരെയും അവർ ഉൾക്കൊള്ളുന്നില്ല. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് എന്ന ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഫാസിസ്റ്റ്, നാസിസ്റ്റ്, അദ്ദേഹം വലതുപക്ഷ രാഷ്ട്രീയക്കാരനാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആഗോള പരിച്ഛേദമാണ് ഇന്നത്തെ ഡൊണാൾഡ് ട്രംപ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ചിലർ കൊല്ലപ്പെടേണ്ടവരാകുന്നത്? അദ്ദേഹം ഇന്നോ നാളെയോ ഒരുപക്ഷെ ഇറാനിൽ കയറി മേയും. അദ്ദേഹം എന്താ ന്യായം പറഞ്ഞു വെച്ചിരിക്കുന്നത്? കൊല്ലപ്പെടാൻ പാടില്ലാത്ത ചിലർ ഇറാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഇടപെട്ടേ പറ്റൂ. ഇറാനിൽ എന്ന് മുതലെയോ കൊല്ലപ്പെടുന്നുണ്ട്, ഗാസയിൽ എന്ന് മുതലോ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ വലതുപക്ഷ രാഷ്ട്രീയം കള്ളി വരഞ്ഞു. ഇവരൊക്കെ ജീവിക്കേണ്ടവരാണ്, ഇവരൊക്കെ മരിക്കേണ്ടവരാണ്. അതാണ് മറ്റൊരു ദർശനം. അതൊക്കെ രാഷ്ട്രീയ ദർശനങ്ങളാണ്. പക്ഷെ ഇത്തരം ദർശനങ്ങൾക്ക് ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ഏകോപിപ്പിക്കുക സാധ്യമല്ല. കാരണം ഞാൻ ചുരുക്കട്ടെ, എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു കാര്യം വെച്ചുകൊണ്ടായിരിക്കണം മനുഷ്യരെ മുഴുവനും ഏകോപിപ്പിക്കാൻ ശ്രമിക്കേണ്ടത്. ഇത് മനുഷ്യനെ ഡിസൈൻ ചെയ്ത് അള്ളാഹു കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവൻ പറഞ്ഞയച്ച പ്രവാചകന്മാർ മുഴുവനും മനുഷ്യനെ നിർവചിച്ചത് ആത്മാവുള്ള ജീവി എന്നാണ്. ഇവിടെയാണ് വ്യത്യാസം. ഇനി മുതൽ നമുക്ക് ഈ സമൂഹത്തോട് വൈജ്ഞാനികമായി എൻഗേജ്മെന്റ് ചെയ്യണമെങ്കിൽ കൃത്യമായി നമ്മുടെ മൻഹജ് നാം മനസ്സിലാക്കിയിരിക്കൽ വളരെ ആവശ്യമാണ്. എല്ലാം കൂടി കലബലിയാകും. ദീന് കുറെ ഡെമോക്രസിയുടെ കൂടെ, കുറെ ഡെമോക്രസി ദീനിന്റെ ഭാഗം, കുറെ ഇപ്പുറത്ത് കുറെ അപ്പുറത്ത്. അത് ഒരുപക്ഷെ കൂടുതൽ അവ്യക്തത സൃഷ്ടിക്കും. ഞാൻ കാട് കയറുകയല്ല.
ആത്മീയതയാണെന്ന് പറയുമ്പോൾ അത് സമൂഹവുമായി ബന്ധമില്ലാതെ കാട്ടിൽ പോവുക എന്നല്ല അതിന്റെ താല്പര്യം. മനുഷ്യനെ മുഴുവനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സിദ്ധാന്തം. എല്ലാവർക്കുള്ളിലും തൊഴിലാളി സത്തയില്ലല്ലോ, മുതലാളിമാർക്കുള്ളിൽ തൊഴിലാളി സത്തയില്ലല്ലോ. വിശ്വപൗരന്മാർക്ക് എന്ത് ദേശീയവാദം, ദേശീയത? നമ്മളിപ്പോ ശശി തരൂരിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യയുടെ വിശ്വപൗരനാണ്. മരണപ്പെട്ടു പോയ മർഹൂം ഇ അഹമ്മദ് സാഹിബിനെ കുറിച്ച് പറഞ്ഞിരുന്നത് മലയാളത്തിന്റെ വിശ്വപൗരനാണ്. ഇതൊക്കെ ആലങ്കാരികം. ഇനിയിപ്പോ ഇന്റർനെറ്റിൽ അംഗത്വമുള്ള ആളുകളെ കുറിച്ച് പറയുന്ന പേര് തന്നെ ഗ്ലോബൽ സൺ, നെറ്റ് സൺ എന്നൊക്കെയാണ്. നമുക്ക് ഈ രാഷ്ട്രത്തിന്റെ അതിരും പരിധിയൊന്നും ബാധകമല്ല. അങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന കള്ളിക്ക് പുറത്തായിരിക്കും. മുതലാളിമാർ ആ കള്ളിക്ക് പുറത്തായിരിക്കും. എല്ലാവരുടെ ഉള്ളിലുമുള്ള ഒരു സാധനം വെച്ചുകൊണ്ട് വേണം മനുഷ്യരോട് സംസാരിക്കാൻ. ഇപ്പൊ ചൈനക്കാരന്റെ ഉള്ളിലുണ്ട് ഈ റൂഹ്, ചാടുകാരന്റെ ഉള്ളിലുണ്ട് റൂഹ്, സൈബീരിയക്കാരന്റെ ഉള്ളിലുണ്ട് റൂഹ്, അലസ്കക്കാരന്റെ ഉള്ളിലുണ്ട് റൂഹ്, പാണന്റെ ഉള്ളിലുണ്ട് റൂഹ്, പറയന്റെ ഉള്ളിലുണ്ട് റൂഹ്, മന്നാന്റെ ഉള്ളിലുണ്ട് റൂഹ്, ആഢ്യന്റെ ഉള്ളിലുണ്ട്, ധനാഢ്യന്റെ ഉള്ളിലുണ്ട്, പ്രകൃതിന്റെ ഉള്ളിലുണ്ട്, അധികാരിക്കുള്ളിലുണ്ട്, അധികൃതന്റെ ഉള്ളിലുണ്ട്, അധകൃതന്റെ ഉള്ളിലുണ്ട്, ഉത്തമന്റെ ഉള്ളിലുണ്ട്, അധമന്റെ ഉള്ളിലുണ്ട്, ആരുടെ ഉള്ളിലുണ്ട്? എല്ലാവരുടെ ഉള്ളിലുമുള്ള രണ്ടു കാലം വരെ നിന്ന് നടക്കുന്ന ഏത് മനുഷ്യന്റെ ഉള്ളിലുമുള്ള റൂഹിനെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രവാചകന്മാർ സംസാരിച്ചത്. അതുകൊണ്ട് പ്രവാചകന്മാർ തൊഴിലാളിയെയും മുതലാളിയെയും കോർത്തു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ മക്കായിലെ ചുവന്ന ഒട്ടകങ്ങളുടെ ഹോൾസെയിലുകാരനായ 1,00,000 മുഖിയ സ്വത്തിന്റെ മുതലാളിയായ സയ്യിദുന അബൂബക്കർ ബിൻ അബി ഖുഹാഫ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ ഇരിക്കാൻ കഴിഞ്ഞു. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടിമയായിരുന്ന സയ്യിദുന ബിലാൽ റബാഹ് റളിയല്ലാഹു അൻഹു 1,00,000 മുഖിയ സ്വത്തിന്റെ മുതലാളി എന്ന് പറഞ്ഞാൽ, ഒരു മുഖിയ എന്ന് പറഞ്ഞാൽ 12,000 പൊന്നു നാണയമാണ്. അന്നത്തെ കേരളത്തിലെ എല്ലാ ആലുക്കാസും പൂട്ടിയോന്ന് എനിക്കറിയില്ല, എല്ലാ ആലപ്പാട്ടും, എല്ലാ ചമ്മണ്ണൂറും, എല്ലാ ഭീമയും, എല്ലാ സ്വർണാഞ്ജലിയും, എല്ലാ കല്യാണും, എല്ലാ പൊന്ന് പീടികയിലെയും പൊന്ന് ഒരു തട്ടിലും സിദ്ദീഖ് തങ്ങളെ പൊന്ന് മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖ് തങ്ങളെ പൊന്നിന്റെ തട്ട് ടെപ്പേ പട്ടേ എന്ന് പറഞ്ഞ് ഭൂമിയിൽ തട്ടും. അത്ര വലിയ മുതലാളിയാണ് ആയിരുന്നു. ചുവന്ന ഒട്ടകത്തിന്റെ ഹോൾസെയിൽ ഡീലർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാര് വെറും കാലിന് നടക്കും, അല്ലാത്തൊരു കഴുതപ്പുറത്ത് നടക്കും. ഒന്നും കൂടി ഗ്രേഡ് കൂടിയാൽ കോവർ കഴുതപ്പുറത്ത് നടക്കും. കുതിരയും കഴുതയും കൂടി ബന്ധപ്പെട്ടുണ്ടായ കുട്ടി. അതിനേക്കാളും വരണ്യനാണ് പിന്നെ കുതിരപ്പുറത്ത്. കുതിര പിന്നെ വേരിയന്റ് ആണ്. നമ്മൾ കാറിന് പറയല്ലേ ബേസിക്, മിഡില്, ഫുള്ള് എന്നൊക്കെ ഓപ്ഷൻസ്. അതേപോലെ കരിങ്കുതിര, ചെങ്കുതിര, പിന്നെ മുഖം വെളുത്തതും മുടല് ചുവന്നതും ഒക്കെ വേരിയൻസ് ആണ്. അതിലേറ്റവും മുന്തിയ കുതിരകൾ ജിയാദു ബനി അബീ ബക്കറിൻ തുസാമ, അല്ലേ? ദർസിൽ നമ്മൾ പഠിച്ച പാട്ടൊക്കെ ഇല്ലേ? അലാ ഖാനൽ മുസവ്വമത്തിൽ ലിറാബ്. അതൊക്കെ ആ കുതിരാന്റെ ഗ്രേഡാണ് പറയുന്നത്. അതിന്റെ മുകളിലാണ് ഒട്ടകം. അത് വലിയ ചരക്ക് കൊണ്ടുവന്ന മുതലാളിമാരെ വണ്ടിയാണ്. അതിൽ നമ്മൾ ലോകകപ്പൊക്കെ ജയിച്ചാൽ മെസ്സിക്ക് റൊണാൾഡോക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ, ആ സ്ഥാനത്തുള്ള സാധനമാണ് ചുവന്ന ഒട്ടകം. റസൂലുള്ളാഹിനെ ഉടലോടെ പിടിച്ചു തന്നാൽ 100 ചുവന്ന ഒട്ടകം തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം അത്രയും മുന്തിയതാണ്. ഈ ചുവന്ന ഒട്ടകം മക്കയിൽ മൊത്തം കൊണ്ടുവന്ന് റിട്ടെയിലില്ല, ഹോൾസെയിൽ കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ അരികെ ബിലാലിന് ഇരിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിലും അബൂബക്കറിലുമുള്ള ഒരു സാധനത്തെയാണ് അഡ്രസ് ചെയ്തത്, റൂഹ്. എങ്കിലേ അത് പറ്റൂ, അല്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് സാധ്യമാകുന്നത്. അപ്പൊ നമ്മൾ ആലങ്കാരികമായി പറയല്ലോ, ഇപ്പോ ഈ റൂമിയുടെ ഒക്കെ ഒരു കവിത ആലപിക്കാറുണ്ടല്ലോ. സന്യാസിമാരും യാഗികളും മുനികളും സാംസ്കാരിക നേതാക്കളും സാഹിത്യകാരന്മാരൊക്കെ പാടലില്ലേ, പറയലില്ലേ? മനുഷ്യരൊക്കെ മുന്തിരി കുലയിലെ മുന്തിരി മണികളെ പോലെ സമന്മാരാണ് എന്ന്. പ്രത്യക്ഷം ചിന്തിച്ചാൽ അതിനേക്കാളും വലിയ പൊട്ടത്തരം എന്താ? ഏത് മുന്തിരിക്കുലയില ഒരേ വണ്ണത്തിലും വീതിയിലും വലിപ്പത്തിലും കളറിലുള്ള മുന്തിരിയുള്ളത്? നിറം വേറെയായിരിക്കും, ഏത് കുല എടുത്ത് നോക്കിയാൽ ആകൃതിയും വേറെയായിരിക്കും. ഒരു മുന്തിരിയുടെ ഇടയിലൂടെ മറ്റേ മുന്തിരി പോയാൽ എങ്ങനെ ഒരേ ആകൃതി ഉണ്ടാവും? വെളിച്ചം കിട്ടണ്ടേ? ഒക്കെ വ്യത്യസ്തമാണ്. പിന്നെ എവിടെയാണ് ഈ സമാനത?
പക്ഷെ ഏത് മുന്തിരിയും പിഴിഞ്ഞെടുത്ത് ചാറാക്കിയാൽ ഒരേ ടേസ്റ്റ് ആയിരിക്കും. അതാണ് സൂഫികളുടെ തശ്ബീഹ്. അത് പക്ഷെ ട്രാൻസ്ലേഷൻ ചെയ്ത സായിപ്പിന് മനസ്സിലായില്ല, അതാ പ്രശ്നം. സൂഫികൾ ഉപമിച്ചത് അകത്തെ നീരിന്റെ ടേസ്റ്റാണ്. ഇപ്പൊ ഭൂമിയിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയാൻ സൂഫികൾക്കേ പറ്റൂ, ആത്മീകവാദികൾക്കേ പറ്റൂ എന്ന് പറയാൻ കാരണം എല്ലാവരുടെ ഉള്ളിലുമുള്ള ടേസ്റ്റ് റൂഹാണ് എന്നുള്ളതാണ്, റൂഹിന്റെ പ്രതിഫലനങ്ങളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നുണ്ടല്ലോ സമൂഹത്തിന് തെറ്റിദ്ധാരണ. മാനുഷികവും സാമൂഹികവുമായ കാര്യങ്ങളിൽ എന്തിനാ സമസ്തയെ പോലെയുള്ള സംഘടനകൾ ഇടപെടുന്നത്? സമസ്തയെ പോലെയുള്ള സംഘടനകളല്ലേ, സമസ്തയല്ലേ ഇടപെടേണ്ടത്? അധികാര രാഷ്ട്രീയത്തിന്റെ കഥയല്ലേ ഞാൻ പറയുന്നത്, നമുക്ക് വിഷയമല്ലല്ലോ. ഈ നാട്ടിൽ മനുഷ്യർ പീഡിപ്പിക്കപ്പെടുമ്പോ സംസാരിക്കേണ്ടത് ആത്മീക പണ്ഡിതന്മാരും ആത്മീക നേതൃത്വവുമാണ്. അത് സമസ്ത ചെയ്തിരുന്നു. ഒരുപാട് പ്രസംഗം ആ ടോണിൽ വന്നു. ഇപ്പൊ സമസ്ത എക്സാമ്പിൾ ആര്യൻ എഴുത്തിനെ എതിർത്തു, മലയാള ഭാഷ പഠിപ്പിക്കരുതെന്ന് പറഞ്ഞു. വലിയ ആരോപണമാണിപ്പോ. എന്തായിരുന്നു കാരണം? ആ കാലഘട്ടത്തിൽ മലയാള ഭാഷ പഠിക്കാൻ ബ്രാഹ്മണന്മാർക്കേ ഇവിടെ അധികാരം ഉണ്ടായിരുന്നുള്ളൂ, അർഹത. വേദഭാഷ പഠിക്കാൻ കുലീന ജാതിക്കാർക്ക് മാത്രമേ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് ആര്യൻ എഴുത്ത് എന്ന് പറയുന്നൊരു കസ്റ്റം തുടങ്ങിയത്. അത് മനുഷ്യനെ വിഭജിക്കും. അപ്പൊ അന്നത്തെ സൂഫി ഉലമാക്കൾ ഒരു നിലപാടെടുത്തു, അതിന്റെ കൂടെ നിൽക്കണ്ട, അത് ബ്രാഹ്മണന്മാർക്ക് മാത്രമുള്ളതാണ്. അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും സാക്ഷരതയും ജനകീയമാക്കണം. നിറന്നോക്കിയും ജാതി നോക്കിയിരിക്കണ്ട. നമ്മൾ അലോപ്പതി മരുന്ന് നാരങ്ങം പറയോ? ഇംഗ്ലീഷ് മരുന്ന് നല്ല ഇപ്പോഴും പറയുള്ളൂ. ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസം സ്വീകരിക്കണ്ട, കാരണം അതിന്റെ ഒബ്ജക്റ്റീവ് ശരിയല്ല, അത് മനുഷ്യനെ വിഭജിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്വീകരിക്കണ്ട. എന്തേ പിന്നെ ചരിത്രത്തിൽ വന്നു? സമസ്ത ഇംഗ്ലീഷിനെ എതിർത്തു എന്ന് പറയുന്ന കാലത്തും ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്ന ജർമ്മൻ മൂസഹാജി സമസ്ത മുഷാബറയിൽ ഉണ്ടായിരുന്നു. പറവണ്ണ മുഹ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന വ്യക്തി സമസ്ത മുഷാബറയിൽ ആ കാലത്തുണ്ടായിരുന്നു. ആ തീരുമാനം വരുന്നതിന്റെ 6 കൊല്ലം മുമ്പ് പാങ്ങിൽ ഉസ്താദിന്റെ താനൂർ ഇസ്ലാഹുലും അന്ന് ദർസായ കാലത്ത് യോഗം കൂടിയിട്ട് പൊന്നാനി ഭരണാധികാരിക്ക് ഒരു അപേക്ഷ കൊടുത്തിരുന്നു, ഹിന്ദുസ്ഥാനിയും ഇംഗ്ലീഷും പഠിപ്പിക്കാൻ വാദ്യാനെ വിട്ടുതരണമെന്ന്. ആ അപേക്ഷ കൊടുത്തിട്ട് 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പ്രമേയം വരുന്നത്. അപ്പൊ അവിടെയൊക്കെ നടന്നത് ഇതാണ്, മനുഷ്യന്റെ കൂടെ നിൽക്കുക. ആൾക്കൂട്ട കൊലക്കെതിരെ പ്രത്യേക നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് നമ്മുടെ നാട്ടിൽ പറയാൻ അർഹതയുള്ള പ്രസ്ഥാനം ആത്മീക പണ്ഡിത പ്രസ്ഥാനം. രാത്രി യാത്രാ നിരോധനത്തിന്റെ ശരിയും തെറ്റും പരിശോധിച്ച് യാത്രാ നിരോധനം മുഖേന വ്യക്തികൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ വേണ്ട നിയമ ഭേദഗതികൾ വരുത്തണമെന്ന് പറയാൻ ഇവിടെ ചരിത്രപരമായി ദാർശനികമായി കടമയും അവകാശവുമുള്ളത് ആത്മീക പണ്ഡിതന്മാർക്കാണ്. അതിശയോക്തി നിങ്ങൾക്ക് തോന്നേണ്ടതില്ല. എല്ലാവർക്കും ഒരേ വികസനം നടക്കുന്നില്ലെങ്കിൽ അത് നടക്കുന്ന തരത്തിൽ ഭൂമിയോ സംവിധാനങ്ങളോ വികേന്ദ്രീകരിക്കണമെന്ന് പറയാനുള്ള അവകാശവും കടമയും, അവകാശം മാത്രമല്ല കടമയും ആത്മീക പണ്ഡിത പ്രസ്ഥാനങ്ങൾക്കാണ്. കാരണം മനുഷ്യർ പ്രയാസപ്പെടുന്ന രീതിയും മനുഷ്യർ പ്രയാസപ്പെടുന്ന സംവിധാനവും ഉണ്ടാവരുത്, മതജാതി ഭേദങ്ങൾക്ക് അതീതമായി. റോദാന്റെ ആ ഗ്രില്ല് പൊളിഞ്ഞു തുറന്നുപോയി എന്നാണ് അല്ലെ. ഇന്ന് ഈ മൾട്ടിവേഴ്സ് കൺസെപ്റ്റില് ഇന്ന് പാകിസ്ഥാനിലെ താഹിറുൽ ഖാദിരിയൊക്കെ എഴുതിയത് കണ്ടു. കുറെ ലോകത്തിന്റെ പേര്, നാസൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, ആ കുറെ ലോകങ്ങൾ, മൾട്ടിവേഴ്സ്. ഉമർ ഖാദിർ അന്ന് ആ പേര് കവിതയിൽ ഉപയോഗിച്ചതാണ് ഓർത്തുപോയത്. റസൂലുള്ളാഹിന്റെ മേറാജിനെ പറ്റി പറയുമ്പോൾ മൾട്ടിവേഴ്സ് ആണ് ഉമർ ഖാദി കൊണ്ടുവന്നത്. എല്ലാം വന്നു അതില്. ജബറൂത്ത് പള്ളിയിലെ മുദരിസിനെയും കണ്ടു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ വാക്കിനെ കുറിച്ച് എന്താണ് ആ വാക്ക്?
ജബറൂത്ത് പള്ളിക്കലെ മുദർരിസിനെ കണ്ടു മുഹമ്മദ് റസൂലുള്ളാഹി പൊന്നാനി പള്ളിയിലെ മുദർരിസിനെ കണ്ടു, വിളക്ക് കണ്ടു എന്നൊക്കെ നമ്മൾ പറയല്. ജബറൂത്ത് പള്ളിയിലെ മുദർരിസിനെ കണ്ടു മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഞാൻ ഷോർട്ടാക്കുന്നു, ഇതാണ്, ഇവിടെയാണ് സമസ്തയുള്ളത്. ഓത്തുള്ള, ബൈത്തുള്ള, സ്നേഹമുള്ള, അതാണ് അതിന്റെ ഒരു കൾട്ട് പരിച്ഛേദമാണ് സയ്യിദുൽ ഉലമ. തീർത്തു ഞാൻ അതിന്റെ ഒരു കൾട്ട് പരിച്ഛേദം. വെറുതെ തന്നെ പോയി സയ്യിദുൽ ഉലമ എന്ന് പറയുന്നതല്ല, അദ്ദേഹം സയ്യിദുൽ ഉലമയാണ് തീർച്ചയായും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മരങ്ങളെയും പുഴകളെയും പക്ഷികളെയും മൃഗങ്ങളെയും ചേർത്ത് വെക്കണമെന്ന് പറയുന്ന ഒരു ദർശനത്തെ വികസിപ്പിക്കാൻ കഴിയുന്നത്. ആത്മീയതയാണ് പ്രധാനമെന്ന് പറയാൻ കഴിയുന്നത്. എല്ലാ ചരാചരങ്ങളെയും സ്നേഹിക്കണം എന്ന് ആർക്കും പറയാം. അതേസമയം അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഫിലോസഫി എന്താണെന്നുള്ളതാണ് പ്രധാനം. കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം. പക്ഷെ അടുത്ത ഘട്ടത്തിൽ ഒരു പ്രശ്നമുണ്ട്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്ന് കമ്മ്യൂണിസം പറയുന്നുണ്ടോ? ഇല്ല. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്ന് ദേശീയ പ്രസ്ഥാനങ്ങൾക്കും റിപ്പബ്ലിക്കനും വലതുപക്ഷത്തിനും പറയാം. പക്ഷെ അടുത്ത ചോദ്യം വരും, എല്ലാ പ്രസ്ഥാനങ്ങളെയും ഒരുപോലെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഒരു തത്വം, ഒരു ദർശനം, ഒരു ഫിലോസഫി, ഒരു കിതാബ്, ഒരു ഗ്രന്ഥം, ഒരു വൈലോ നിങ്ങൾക്കുണ്ടോ? ഇല്ല. അത് മേൽജാതിക്കാരൻ്റെതാണ് ലോകം. യൂബർ മെൻസ്, അതിമാനുഷ്യൻ്റെതാണ് ലോകം. ഇതൊക്കെയാണ് അവിടെ കൺസെപ്റ്റ്. ഞാൻ ആരെയും ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യില്ല, നമ്മളതിന്റെ ആളുമല്ല. പക്ഷെ അതാണ് അതിന്റെ വാസ്തവം. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറയാം എല്ലാരെയും സ്നേഹിക്കണം. അടുത്തൊരു ചോദ്യം വരും, നിങ്ങളുടെ കയ്യിൽ അതിന്റെ ഒരു ഫിലോസഫി ഉണ്ടോ തങ്ങളെ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫിലോസഫി ഉണ്ട്. എല്ലാരെയും ഒരേ മാലയിൽ കോർക്കുന്ന ഒരു ദർശനം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന് പറഞ്ഞിടത്തുള്ള വനഫ്സിൻ ഇദാ സവ്വാഹ എന്ന് സൂചിപ്പിച്ചിടത്തുള്ള നഫ്സ, ആത്മാവാണ്, റൂഹാണ്. അതാണ് ഞങ്ങൾ ഒരുമിപ്പിക്കുന്ന എന്ന് പറയാൻ കഴിയും. ആ ദർശനമാണ് ഇന്നും എന്നും ഈ ഭൂമിയിൽ ആവശ്യം. അത് ബാക്കിയാകണം. അത് ഒരു നൂറ്റാണ്ട് തികക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ, ഇന്ത്യയുടെ, നാടിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. അതിനുവേണ്ടിയാണ് നാം കുണിയയിലേക്ക് പോകുന്നത്. സമസ്തയുമായി ബന്ധപ്പെട്ട എല്ലാം അതിശയം എന്ന് പറഞ്ഞ പോലെ പേരുകൾ പോലും അതിശയം, പേരുകൾ പോലും. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നുള്ള പ്രമേയം എടുത്തപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. പ്രമേയം സപ്ലൈ ചെയ്യുന്ന ഞാനൊക്കെ കൊടുത്ത പ്രമേയം 7ാം കടലിലേക്ക് വലിച്ചെറിഞ്ഞ് എനിക്ക് കുറച്ച് പ്രതിഷേധമൊക്കെ തോന്നി. എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുമല്ലോ. ബഹുമാനപ്പെട്ട മുഷാവറ അംഗങ്ങൾ ഏൽപ്പിച്ചിട്ട് ഒരു വിഭാഗം, ഒരു ടീം കൂടിയ വാട്സാപ്പാണ് പ്രമേയങ്ങൾ സംഭാവന ചെയ്യാൻ. ഇപ്പൊ 5-6 പ്രമേയം ഞാനും സംഭാവന ചെയ്തു, പലരും സംഭാവന ചെയ്തതുപോലെ എല്ലാം ഇലയും കൂട്ടി വലിച്ചെറിഞ്ഞാണ്. ഒടുവിൽ ബഹുമാനപ്പെട്ട മുഷാവറ തന്നെയാണ് ഈ പ്രമേയം കൊണ്ടുവന്നത്. നൂറ്റാണ്ടുകളിലൂടെ, ആ നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുന്ന ആ ഒരു ഒഴുക്കിന് എത്രമേൽ പ്രസക്തം. അതില്ലായിരുന്നുവെങ്കിലും അതല്ലായിരുന്നുവെങ്കിലും അഭംഗിയായനെ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കുണിയ. ആദ്യം കേട്ടപ്പോൾ വലിയ തിരക്കേടായിരുന്നു. അന്താരാഷ്ട്ര മഹാസമ്മേളനം, തിരക്കേടില്ല, ബാംഗ്ലൂരിനെങ്കിലും വന്നിരുന്നുവെങ്കിൽ. സ്ഥലത്തിന്റെ പേര് നോക്കുമ്പോ കുണിയ, ഇന്റർനാഷണൽ ഗ്രാൻഡ് കോൺഫറൻസ് അറ്റ് കുണിയ. ഒരു എതക്കടയിന് അലുവേ മത്തിക്കടി എന്നൊക്കെ പറയുന്നൊരു ബാറ് വന്നു. പക്ഷെ അതിന്റെ ആശയം ആ വാക്കിൽ വന്ന് നോക്കുമ്പോഴോ ഏതോ ഒരു സഹോദരൻ അത് പരിഹസിക്കുന്നതും കണ്ടു. കുനിയാൻ തന്നെയാണ് കുണിയയിൽ പോവേണ്ടത്. ആത്മീകാസ്തിത്വത്തിന്റെ അനിഷേധ്യമായ 100 കൊല്ലം മലയാള മുഖ്യധാര മുസ്ലിം സമൂഹത്തിന് സംഭാവന ചെയ്ത് സമ്മാനിച്ച ഔദാര്യം നൽകിയ സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ ജനലക്ഷങ്ങൾക്ക് കുനിയാനാണ് കുണിയ. എന്നിട്ട് പിന്നെ നിവരാനും ചരിത്രത്തിലേക്ക് സഞ്ചരിക്കാനും പടരാനും ആ കുണിയ എന്ന പേരിൽ പോലും ഒരു വലിയ തത്വത്തെ ഒളിപ്പിക്കുമാറ് സമസ്തക്ക് വലിയൊരു കാല നിയോഗം വന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അള്ളാഹു നമ്മളെ എന്നും അതിന്റെ കൂടെയാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു 9:30 മണിക്ക് ഞാൻ വരുന്ന ഞാൻ എൻ്റെ പിള്ളേനോട് പറഞ്ഞാണ്, നിങ്ങൾ മാത്രം പരിഭവപ്പെടേണ്ട. ഒരു 40 മിനിറ്റ് എല്ലാവർക്കും മിസ്സായി, എപ്പോഴെങ്കിലും അല്ലേ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.